നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പാലക്കാട് നടന്നതുപോലെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് CPM. അതും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSുമായി ബന്ധമുണ്ട് CPMന് എന്ന് പറയുന്ന ആദ്യ നേതാവല്ല MV ഗോവിന്ദൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനു മുമ്പ് ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ജനസംഘം നേതാവുമായ K രാമൻപിള്ള 1977 നടന്ന CPM RSS ബന്ധത്തെ കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. MV ഗോവിന്ദന്റെ RSS ബന്ധത്തെ പറ്റിയുള്ള പരാമർശത്തിന്റെ പ്രതികരണവുമായാണ് രാമൻപിള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളെയെല്ലാം ശരിവെക്കുകയും ഒപ്പം RSSും CPMും തമ്മിലുള്ള ബന്ധത്തിന് അന്ന് ഇടനില നിന്നത് താനാണെന്ന് രാമൻപിള്ള പറഞ്ഞു. എന്നാൽ 1977 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് കോൺഗ്രസിനെതിരായി നിൽക്കാൻ ഒറ്റക്കെട്ടാകണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചത് CPM ആണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഈ ആവശ്യത്തെ RSSും ജനസംഘവും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരുവരെയും ഒറ്റക്കെട്ടായി നിലനിർത്താൻ പ്രേരണശക്തിയായത് അടിയന്തരാവസ്ഥയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നു. അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത പാർട്ടികൾ മത്സരിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും എന്നതായിരുന്നു അന്ന് ജനസംഘത്തിൻ്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും സംഘടനാ കോൺഗ്രസ് ആയാലും ഇതേ നിലപാട് സ്വീകരിക്കാനായിരുന്നു തീരുമാനിച്ചത്. ഇടതുപക്ഷത്തോട് ഈ സന്ദേശം കൃത്യമായി എത്തിക്കാൻ ഏൽപ്പിച്ചത് തന്നെയായിരുന്നു എന്ന് K രാമൻപിള്ള വ്യക്തമാക്കുന്നുണ്ട്. അന്ന് ഈ ധാരണയുമായി ബന്ധപ്പെട്ട സന്ദേശം CPMനെ അറിയിക്കുവാൻ ചർച്ച നടത്തിയത് ദേശാഭിമാനി ഓഫീസിൽ പോയി P ഗോവിന്ദൻ പിള്ളയെ കണ്ടാണ്. CPM നേതാക്കളോട് അറിയിക്കാൻ ഗോവിന്ദൻ പിള്ളയോട് പറയുകയും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം CPM അത് സ്വീകരിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെയാണ് ഇത് CPM സ്വീകരിച്ചതെന്നും K രാമൻപിള്ള വ്യക്തമാക്കി. ആദ്യമായാണ് ഇത്തരമൊരു പിന്തുണ നൽകുന്നത്. പിന്നീട് ഇത്തരം പിന്തുണ ഉണ്ടായിട്ടില്ല. അങ്ങനെ രാമൻപിള്ള പറഞ്ഞു വയ്ക്കുന്നു. 1977 ശേഷം ഒരിക്കൽ പോലും CPMുമായി ഒരിക്കലും സഹകരിച്ചില്ല. വോട്ടെടുപ്പിന് മാസങ്ങൾക്ക് ശേഷം കണ്ണൂരും കാസർഗോഡുമായി സംഘടനകളും കൊലപാതകങ്ങളും നടന്നു. അതോടെ ഇരുകൂട്ടരും അകന്നു. രാമൻപിള്ള ഇങ്ങനെയാണ് പറഞ്ഞവസാനിപ്പിക്കുന്നത്. വോട്ട് വേണ്ട എന്ന് ആരും പറയില്ല എന്നാണ് സഹകരിച്ചു പോകുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ PG സന്തോഷത്തോടെ പ്രതികരിച്ചതെന്നും രാമൻപിള്ള പറഞ്ഞു. 77 ശേഷം പിന്നീട് ഒരിക്കലും CPMുമായി സഹകരിച്ചിട്ടില്ലെന്നും രാമൻപിള്ള പറയുന്നുണ്ട്. RSSന്റെ രാഷ്ട്രീയ മുഖമായി 1951 മുതൽ 1977 വരെ നിലനിന്ന രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനസംഘം. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ RSSുമായി ചേർന്നെന്ന് കഴിഞ്ഞ ദിവസമാണ് ഗോവിന്ദൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ അർദ്ധഫാസിസത്തിൻ്റെ രീതിയായിരുന്നു. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ടതില്ല, യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു എന്നതായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി പണ്ട് LDFനെ പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചപ്പോഴായിരുന്നു പ്രതികരണം. താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണെന്നും അത് പറഞ്ഞാൽ വിവാദമാകില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പക്ഷേ വിവാദമായതോടെ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം മലക്കം മറിയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാമൻപിള്ളയുടെ വെളിപ്പെടുത്തൽ എത്തുന്നത്. RSSുമായല്ല ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചതെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പാർട്ടി സെക്രട്ടറിയെ തള്ളിക്കൊണ്ട് പറയുമ്പോൾ വളച്ചൊടിച്ചതാണെന്ന വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. വോട്ടെടുപ്പിന് തലേന്ന് MV ഗോവിന്ദൻ സത്യം വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. BJP ഇത്തവണയും സഹായിക്കണമെന്ന പരസ്യമായ അഭ്യർത്ഥനയാണ് MV ഗോവിന്ദൻ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിരുന്നു എന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ലെന്ന് MV ഗോവിന്ദന്റെ പരാമർശത്തിൽ ആടിയുലയുകയാണ് CPM. RSSുമായി CPM സഹകരിച്ചില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചതെന്നും തിരുത്തി M സ്വരാജ് രംഗത്തെത്തി. RSS വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണ് ഗോവിന്ദന്റെ പരാമർശമെന്ന് ആക്ഷേപം ഉയർന്നതോടെ അങ്ങനെ താൻ പറഞ്ഞിട്ടില്ലെന്ന് MV ഗോവിന്ദൻ മലക്കം അറിയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി ആയെന്നാണ് താൻ പറഞ്ഞതെന്നും RSSുമായി ഒരു കാലത്തും ബന്ധമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വടകരയിലും ബേപ്പൂരിലും EMSന്റെ കാലത്ത് RSSുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയിരുന്നുവെന്ന് ആരോപിച്ച് വിവാദത്തിൽ നിന്ന് തടിയൂരുകയായിരുന്നു MV ഗോവിന്ദന്റെ ശ്രമം. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ല 89ലും RSSുമായി CPM കൂട്ടുകൂടിയിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചിരുന്നു. അതും ചില ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് RSS CPM ബന്ധം എന്ന പ്രതിപക്ഷം ഉയർത്തുന്ന ആയുധം ഇടതുപക്ഷത്തിന് ഒരു തീരാ തലവേദന തന്നെയാണ്. പലപ്പോഴും CPM നേതാക്കന്മാർ സ്വയം ഒരു ഇരയായി വീണുകൊടുക്കുകയും ചെയ്തിരുന്നു. അതിലെ അവസാന നേതാവാണ് MV ഗോവിന്ദൻ മാഷ്. ഒരുപക്ഷെ M സ്വരാജ് പരാജയപ്പെടുകയാണെങ്കിൽ
അതിൽ ഈ RSS CPM ബന്ധം ശരിവെച്ചുള്ള MV ഗോവിന്ദൻ മാഷിന്റെ തുറന്നു പറച്ചിൽ ഒരു പ്രധാന കാരണം തന്നെയാകും.